എങ്ങനെയായിരിക്കും മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ദൈവം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ടാവുക? ആ ഒരു ചോദ്യത്തിൻ്റെ പിന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏകദേശം ഒരു 5 ലക്ഷം BC നമ്മൾ പോകേണ്ടി വരും. അതായത് 5 ലക്ഷം BC മുതൽ ഏകദേശം 2500 BC വരെയുള്ള കാലഘട്ടങ്ങൾ. സ്റ്റോൺ ഏജ്, ബ്രോൺസ് ഏജ് എന്നൊക്കെ നമ്മൾ ഒരുപാട് പേരിട്ട് വിളിക്കാറുണ്ട്. അതിൽ ഓൾഡ് സ്റ്റോൺ ഏജ്, പാലിയോലിത്തിക് ഏജിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ആരാധന എന്ന് പറയുന്ന ഒരു സംഭവം കയറുന്നത്. ആ കാലത്ത് മനുഷ്യൻ സ്വന്തമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മനുഷ്യന് സ്വന്തമായിട്ട് ആയുധങ്ങളില്ല. മറ്റുള്ള മൃഗങ്ങൾക്ക് കൊമ്പും നഖവും ഒക്കെ ഉണ്ടായിരുന്നു. മനുഷ്യന് സ്വന്തമായിട്ട് ആയുധങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കല്ല് ചെത്തിയും വടി കുറിപ്പിച്ചിട്ടൊക്കെയായിരുന്നു മനുഷ്യൻ ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പേടി ബൈസൺ എന്ന പേരുള്ള വലിയൊരു കാട്ടുപോത്തിനെയായിരുന്നു. ഇന്നത്തെ നമ്മുടെ കാട്ടുപോത്തിൻ്റെ വലിയൊരു രൂപം. ഇതിനെ മനുഷ്യന് ഭയങ്കര ഭയമായിരുന്നു. ഒരിക്കലും അതിനെ തോൽപ്പിക്കാനും മനുഷ്യന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് മനുഷ്യനൊരു കാര്യം ചെയ്തു. അവൻ്റെ ഗുഹയിൽ ബൈസൻ്റെ ഒരു ചിത്രം വരച്ചു. അതിനോടുള്ള പേടി അതിനോടുള്ള ആരാധനയായി മാറി. പിന്നീട് ഇതിനെ സ്ഥിരം കണ്ട് സ്വയം ഒരു സെൽഫ് കോൺഫിഡൻസ് മനുഷ്യന് തോന്നുകയും അങ്ങനെ ഒരിക്കൽ ഇതിനെ തോൽപ്പിക്കുകയും ചെയ്തു. ഇതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ചെയ്തിരുന്നൊരു കാര്യം എന്താണെന്ന് അറിയോ? ഗുഹാചിത്രങ്ങളിൽ ഇതിനെ തോൽപ്പിക്കുന്നതായിട്ട് മനുഷ്യൻ ചിത്രം വരച്ചു. അങ്ങനെ ആ ചിത്രങ്ങളെ ആരാധിച്ച് ഈ ഒരു വലിയ ബൈസണ്ണെ മനുഷ്യൻ തോൽപ്പിച്ചു എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ആരാധന വന്നിട്ടുണ്ടായിരുന്നത്.